Good morning, Miss. Okay, good morning. Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Agatha. Okay, good Miss, morning. ഇന്നലെ തന്ന മോക്ക് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തെറ്റാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇതിന്റെ പോസ്റ്റിന്റെ ഓപ്പറേഷൻ 1998 അല്ലേ? ഓക്കെ ഓക്കെ എത്തിക്സിന്റെ അല്ലേ? 2012 ആണ് ആൻസർ കൊടുത്തേക്കുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് ഓക്കെ ഓക്കെ അത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ. ചോദിച്ചാന്റെ പേര് ശ്രുതി അല്ലേ പറഞ്ഞത്? അതെ മിസ്. ഓക്കെ ഓക്കെ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ചിലപ്പോ ഒരു പ്രിന്റിങ്ങിന്റെ മാർക്കിങ്ങിന്റെ വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോകുന്നതായിരിക്കും. ഓക്കെ, നോക്കിയിട്ട് പറയാം കേട്ടോ, അത് തിരുത്താൻ പറയാം. മിസ് 8ന്റെ പണി കിട്ടി പറഞ്ഞില്ലേ? ക്ലിക്ക് ചെയ്യുമ്പോ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലേ? ഏതായിരുന്നു? മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ലീഗൽ റെക്കോർഡ് ആണെന്നും, പിന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ, ഒരു കൂട്ടം ഗൈഡ് ലൈൻസ് ആണ് അല്ലെ? ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഷെയർ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നിശ്ചയിക്കുന്നതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷനും അതുപോലെ ലൈസൻസിനും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ എപ്പോഴും മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വിവരങ്ങൾ നമ്മൾ എപ്പോഴും ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ഇൻ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട്. അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് പോളിസീസ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ്. നമ്മൾ കാര്യങ്ങൾ കേട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. ഒരു ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കേണ്ട പോയിന്റുകളൊന്നുമില്ല. അപ്പൊ നോക്കാം, മെഡിക്കൽ റെക്കോർഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഷെയർ ചെയ്യുന്നതും അതുപോലെ അത് സ്റ്റോർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ്. അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് രജിസ്ട്രേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. രജിസ്ട്രേഷൻ സംവിധാനം. രജിസ്ട്രേഷൻ അതൊക്കെ നമുക്ക് അറിയാം, കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. രജിസ്ട്രേഷൻ സിസ്റ്റം അല്ലെ, രജിസ്ട്രേഷൻ സംവിധാനം. അതിനകത്ത് എന്താണ് പറയുന്നത്? എ സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വിത്ത് 24 hours സർവീസ് ഷുഡ് പ്രിഫറബിളി ബി കെപ്റ്റ് ഫോർ ഓൾ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻ പേഷ്യൻസ്. അത് തന്നെ അതായത് ശ്രീലക്ഷ്മി രജിസ്റ്റർ ചെയ്യലാണ് കേട്ടോ. അതായത് എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനുമായിട്ട് 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. 24 hour പ്രവർത്തിക്കുന്നത്. കാരണം നമുക്കറിയാം പേഷ്യൻസ് ഇപ്പൊ വേണമെങ്കിൽ ഏത് സാഹചര്യത്തിനും പേഷ്യൻസിനെ കൊണ്ടുവരാം അല്ലെ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ എല്ലാ ഔട്ട് പേഷ്യൻസിനും ഓക്കെ ശ്രീലക്ഷ്മി, എല്ലാ പേഷ്യൻസിന്റെയും ഡീറ്റെയിൽസ് അത് തന്നെ. അതായത് ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനുമായിട്ട് 24 hour സേവനം നൽകുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെന്താണ്? ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 യൂണിറ്റ് റെക്കോർഡ് ആൻഡ് 1 പെർമനന്റ് നമ്പർ യൂസ്ഡ് ഫോർ ഓൾ എപ്പിസോഡ് ഓഫ് കെയർ. അത് മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ വിവരങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യും അല്ലെ. കളക്ട് ചെയ്ത് നമ്മുടെ പേര് വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ID നമ്പർ നമുക്ക് തരും അല്ലെ.
പിന്നീട് നമ്മൾ ആ ഹോസ്പിറ്റലിലെ എല്ലാ ട്രീറ്റ്മെന്റ്സിനും വരുമ്പോൾ നമ്മുടെ ഈ ഒരു ID നമ്പറാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഫസ്റ്റ് ടൈം മാത്രമേ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ അല്ലെ? ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വിവരങ്ങൾ അത് എന്താണ് ചോദിക്കുകയും നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്പർ തരുന്നു. പിന്നീട് നമ്മൾ അതേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ പരിചരണത്തിലുടനീളം നമ്മൾ ആ ഒരു ID നമ്പർ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ ID നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ യുണീക്ക് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് one unique record and one permanent number used for all episode of care. Okay. ഒരു രോഗിക്ക് അവർക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു 1 യൂണിറ്റ് റെക്കോർഡ്, ഒറ്റ ഒരു റെക്കോർഡും അതുപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് നമ്പറും അതിലൂടെ അവർക്ക് ലഭിക്കുന്നു. അതാണ് പിന്നീട് അവരുടെ പരിചരണത്തിലുടനീളം ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി പേഷ്യൻസ് വിത്ത് 24 hours സർവീസ് ഷുഡ് ആൾസോ ബി ഗിവൻ. അതുകൂടാതെ ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസിനായിട്ട് അത്തരം കേസുകൾക്കായിട്ട് 24 hours സേവനം നൽകുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. കാരണം ആക്സിഡന്റ് എമർജൻസി കേസാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് അതിനു വേണ്ടി തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണ്? നമുക്ക് ആക്സിഡന്റ് കേസുകൾ സെപ്പറേറ്റ് അറിയാനും അല്ലാത്ത കേസുകൾ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനും സോർട്ട് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വെക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുള്ള രജിസ്ട്രേഷൻ സംവിധാനത്തിൽ നിങ്ങൾ എന്തറിഞ്ഞിരുന്നാൽ മതി? എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനുമായിട്ട് 24 hours സേവനം നടത്തുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെർമനന്റ് ID നമ്പർ ലഭിക്കുകയും അതിനെ ബേസ് ചെയ്യുന്നത് ഓരോ പേഷ്യന്റും സിംഗിൾ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടായിരിക്കും. അതാണ് പിന്നീട് ആ ഒരു രോഗിയുടെ പരിചരണത്തിലുടനീളം അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? ആക്സിഡന്റ് എമർജൻസി കേസുകൾക്കായിട്ട് ഇതുപോലെ 24 hours സേവനം കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കി വയ്ക്കാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത്രയുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമ്പറിംഗ് സിസ്റ്റം ആണ്. എന്താണ് നമ്പറിംഗ് സിസ്റ്റം? നമ്പറിംഗ് സിസ്റ്റത്തിൽ ഒരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 6 ഡിജിറ്റ് നമ്പേഴ്സ്, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എത്ര ഡിജിറ്റ് ആണ്? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻ പേഷ്യൻസ്. അപ്പൊ പൊതുവെ നമ്മൾ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ആ UHID നമ്പർ ഉണ്ടായിരിക്കും, അത് പൊതുവെ എത്രയായിരിക്കും? 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അല്ലെ? അതാണ് മെഡിക്കൽ റെക്കോർഡ് നമ്പർ തന്നെയായിരിക്കും കേട്ടോ. 6 ഡിജിറ്റ്. അപ്പൊ പലതവണ ചോദിച്ചിട്ടുണ്ട് എത്ര ഡിജിറ്റ് നമ്പർ ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. 6 ഡിജിറ്റ് നമ്പർ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻ പേഷ്യൻസ്. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്? എ ന്യൂ പേഷ്യന്റ് ഗെറ്റ്സ് എ ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ഓൺലി അറ്റ് ദ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ. അറിയാലോ, അതായത് ഒരു പുതിയതായിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ അവർക്കൊരു പുതിയ നമ്പർ ലഭിക്കുന്നത് ഏത് സമയത്താണ്? ആ രജിസ്ട്രേഷൻ സമയത്താണ് അല്ലെ? അറ്റ് ദ ടൈം ഓഫ് ദെയർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന്റെ സമയത്ത് അവർക്ക് പുതിയ നമ്പർ കിട്ടും. പിന്നീട് ഓരോ തവണ പോകുമ്പോഴും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന പുതിയ നമ്പർ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആദ്യത്തെ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാണ്? ഒരു പുതിയ നമ്പർ അവർക്ക് ലഭിക്കും. ആ ഒരു നമ്പർ തന്നെയാണ് പിന്നീട് ഉടനീളം ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ എത്ര ഡിജിറ്റ് നമ്പർ ആണ് സാധാരണ നമ്മൾ ഒരു ഐഡന്റിറ്റി ആയിട്ട് കൊടുക്കുന്നത്? 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. ക്ലിയർ ആണെന്നാ? പിന്നെ വരുന്നത് അടുത്തത് കേട്ടോ, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അത് ചോദിക്കാറുണ്ട്. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് അഥവാ PMI എന്നാണ് ഷോർട്ട് ആക്കി പറയാം കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഓക്കെ, അതെങ്കിൽ വേറെ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ഈ പേര് കേൾക്കും കേട്ടോ. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കാം. The patient master index is designed with the important identification information for each new patient registered in the central registration area. Underline ചെയ്തിരിക്കാം. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പേഷ്യൻസിന്റെയും എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ? അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പേഷ്യൻസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഡാറ്റകൾ അല്ലെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ എന്താ പറയാ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. എന്നുവെച്ചാൽ അവരുടെ പേര്, അവരുടെ അഡ്രസ് അല്ല, അവരുടെ എന്താ പറയാ ലൊക്കാലിറ്റി, അങ്ങനെ ഒരു പേഷ്യന്റിന് തിരിച്ചറിയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് എന്ത്? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, അതിന്റെ പേഷ്യന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് അറിഞ്ഞിരിക്കാം. ഇനി എന്താണ്? and filed in alphabetical order in the manual system and electronically through computer. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എങ്ങനെയാണ് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നത്? ഇറ്റ് ഈസ് ഫൈൽഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ ദ മാനുവൽ സിസ്റ്റം. രണ്ട് രീതിയിൽ നമുക്കത് ഫയൽ ചെയ്ത് വെക്കാം. ഒന്ന് നമുക്ക് മാനുവലി ഫയൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കമ്പ്യൂട്ടർ സംവിധാനം HAMS ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ, എല്ലാം ഹോസ്പിറ്റലിൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ വഴിയായിട്ട് നമുക്കത് എന്ത് ചെയ്ത് വെക്കാം? ഫയൽ ചെയ്ത് വെക്കാം. മാനുവൽ രീതിയിലാണ് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ വെക്കുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഫയൽ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമുണ്ട് അല്ലെ, റിട്രീവ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. ഇനി കമ്പ്യൂട്ടറിൽ വഴിയായിട്ട് ഇലക്ട്രോണിക്കലി ആണ് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇലക്ട്രോണിക്കലി നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. രണ്ട് രീതിയിൽ ഫയൽ ചെയ്ത് വെക്കാം കേട്ടോ. മാനുവലി ഫയൽ ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫയൽ ചെയ്ത് വെക്കും. ഇലക്ട്രോണിക്കലി ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇലക്ട്രോണിക്കലി നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം. നിങ്ങൾ പഠിക്കുക എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഒരു രോഗിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തിരിച്ചറിവ് ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ക്ലിയർ? അടുത്തത് എന്താണ്? പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. പേഷ്യന്റിന് ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുക്കും അല്ലെ. ഓക്കെ, അപ്പൊ നോക്കുക. ഈച്ച് ന്യൂ പേഷ്യന്റ് registered for the outpatient or inpatient service should be given an identification card. അറിയാലോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത ഒരു ഐഡന്റിറ്റി കാർഡ് അവർ തരും അല്ലെ. എപ്പോഴും നമ്മളോട് പിന്നീട് അത് കൊണ്ടുവരാൻ പറയും. അതിനകത്ത് നമ്മുടെ പേര്, അഡ്രസ്, നമ്മുടെ UHID നമ്പറും എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഓരോ പേഷ്യൻസും രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പേഷ്യൻസിനായിട്ട് ഒരു ഐഡന്റിറ്റി കാർഡ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത അത്രയേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല അതിനകത്ത്. പിന്നെന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അപ്പോയിന്റ്മെന്റ് സംവിധാനം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ഓൾ റെഫറൽ ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി പ്രാക്ടീസ്ഡ് ഇൻ ഓൾ റെഫറൽ ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. റെഫറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിചരണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ. അതാണ് ഇവിടെ റെഫറൽ ഹോസ്പിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഉള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോയിന്റ്മെന്റിലൂടെയാണ് നമ്മൾ അവിടെ പേഷ്യന്റ് ഡോക്ടേഴ്സിനെ വന്ന് കാണുന്നത്. ചെറിയ ഹോസ്പിറ്റലിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നത്, ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ പൊതുവെ കുറവാണ്. പക്ഷെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോയിന്റ്മെന്റ് സംവിധാനത്തിലൂടെയാണ് അല്ലെ. അതും ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് അല്ലെ. നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ വർക്ക് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. അത് നോക്കുക. All patients must notice the appointment system accept labor and emergency cases. Accept labor and emergency cases എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് എല്ലാ പേഷ്യൻസുകളും രണ്ട് സാഹചര്യങ്ങൾ ഒഴികെ. ഇതൊക്കെയാണ് രണ്ട് സാഹചര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് ലേബറും എമർജൻസി കേസും. ഒരു പ്രസവ കേസ് വരെയാണ്, എമർജൻസി ആണ്, അല്ലെങ്കിൽ ആക്സിഡന്റിൽ ഒരാളെ കൊണ്ടുവരികയാണ്. ഈ രണ്ട് കേസുകളിലും നമ്മൾ അപ്പോയിന്റ്മെന്റ് സംവിധാനം അവിടെ നൽകാൻ തോന്നില്ല. അതൊഴികെയുള്ള ബാക്കി എല്ലാ കേസുകളിലും, എല്ലാ സാഹചര്യങ്ങളിലും പേഷ്യൻസ് എന്ത് ചെയ്തിരിക്കണം, എന്ത് പാലിച്ചിരിക്കണം? അപ്പോയിന്റ്മെന്റ് സംവിധാനം പ്രയോജനപ്പെടുത്തിയിരിക്കണം. ഓക്കെ, കാര്യം നമുക്കൊരു ലേബർ, ഒരു പ്രസവ കേസ് വരെയാണ്, ഒരു എമർജൻസി കേസ് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാനൊന്നും നടക്കൂല അല്ലെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും രോഗികള് അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ത് ചെയ്തിരിക്കണം? പ്രയോജനപ്പെടുത്തണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്താണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ലേബർ ആൻഡ് എമർജൻസി കേസസ്.
ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് അതായത് വെച്ചാൽ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകള് അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രോഗികളെ നടത്തുന്ന എല്ലാ ചികിത്സാപരമായിട്ടും ഡയഗ്നോസ്റ്റിക് ആയിട്ടൊക്കെ നടത്തുന്ന എല്ലാത്തിന്റെ റിപ്പോർട്ടുകൾ. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനകത്ത് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിന്റെയും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകള് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഫയൽ ചെയ്ത് വെക്കുന്നതും രണ്ട് രീതിയിലാണ്. അത് നിങ്ങൾ ഓർക്കാം കേട്ടോ, രണ്ട് രീതിയിലാണ്. അതാണ് അവിടെ പറയുന്ന പോയിന്റ് കേട്ടോ. അതായത് ഔട്ട് പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ റിസീവ് ചെയ്യുന്നതും ഫയൽ ചെയ്ത് വെക്കുന്നതും ഒരു രീതിയിലാണ്. ഇൻ പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ റിസീവ് ചെയ്യുന്നതും ഫയൽ ചെയ്ത് വെക്കുന്നതും മറ്റൊരു രീതിയിലാണ്. അപ്പൊ രണ്ട് രീതികളിലാണ് കേട്ടോ, രണ്ട് മെത്തേഡുകളാണ്. മെത്തേഡ് അല്ല, രണ്ട് രീതിയിലാണ്. അതാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ്. നമ്മൾ ആദ്യം പറയുന്നത് ഔട്ട് പേഷ്യൻസിന്റെയാണ് കേട്ടോ. അപ്പൊ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ബൈ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അതായത് എല്ലാ ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് അത് റിസീവ് ചെയ്യുന്നതും. സ്കെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്കെയിൽഡ് മീൻസ് ഫയലിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ആണ് കേട്ടോ. സ്കെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫയലിംഗ് ആൻഡ് ഓർഗനൈസിംഗ്. നമ്മൾ ഈ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്ത് വെക്കുന്നതും അതിനെ ക്രമീകരിച്ച് വെക്കുക. അതാണ് അവിടെ സ്കെയിൽഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തായിട്ടാണ് അവർ ഫയൽ ചെയ്ത് വെക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആരാണ് റിസീവ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എന്തായിട്ടാണ് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സ് എന്നുള്ള രീതിയിലാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവയ്ക്കണം. അടുത്തത് ഇൻ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ്. അടുത്തത് നമ്മൾ ഇൻ പേഷ്യൻസിന്റെ ആണ് പറയുന്നത് കേട്ടോ. ഇൻ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ഓൺ ദ വാർഡ്. ഇവിടെയാണ് വാർഡിലാണ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആരായിരിക്കും? ബൈ ദ വാർഡ് ക്ലർക്ക് ഓർ നഴ്സ് കേട്ടോ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാർഡ് ക്ലർക്കോ അല്ലെങ്കിൽ വാർഡ് ഇൻചാർജുള്ള നഴ്സോ ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻ പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ റിസീവ് ചെയ്യുന്നത് ആരാണ്? അത് എവിടെയാണ് റിസീവ് ചെയ്യുന്നത്? അത് വാർഡിലാണ്. ആരായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക? വാർഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാർഡ് ക്ലർക്കോ അല്ലെങ്കിൽ വാർഡ് നഴ്സോ ആയിരിക്കും ഇത് എന്ത് ചെയ്ത് വെക്കുന്നത്? ഫയൽ ചെയ്ത് വെക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഓർക്കുക കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ ഫയൽ ചെയ്ത് വെക്കുന്നു. ഇനി ഇൻ പേഷ്യൻസിന്റെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? വാർഡിലാണ് സൂക്ഷിക്കുന്നത്. ആരാണ് സൂക്ഷിക്കുന്നത്? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് നഴ്സ് ആയിരിക്കും ഫയൽ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞത്? അങ്ങനെ ആയിരിക്കാം അതിൽ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹെൽത്ത് സെന്റർ ആണ് കേട്ടോ. ഹെൽത്ത് സെന്റർ. ഹെൽത്ത് സെന്ററിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രൈമറി കെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വലിയ അഡ്വാൻസ്ഡ് കെയർ ഒന്നും അവിടെ കൊടുക്കുന്നില്ല. പ്രാഥമികമായിട്ടുള്ള പരിചരണങ്ങൾ മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നോക്കുന്നത് ഹെൽത്ത് സെന്റർ ഓർ ക്ലിനിക് നോർമലി ഡയറക്ട്സ് ദ പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എ റെഫറൽ ലെറ്റർ. അതൊന്ന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അതായത് ഒരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം പ്രൈമറി പരിചരണങ്ങൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കുറേ കൂടി അഡ്വാൻസ്ഡ് കെയർ കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? പേഷ്യൻസിന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ ഡയറക്ട് ചെയ്ത് വിടും. എങ്ങനെയാണ് ഡയറക്ട് ചെയ്ത് വിടുന്നവർ? അത് പറഞ്ഞിരിക്കുകയാണോ? അല്ല, എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? അതിന്റെ റെഫറൽ ലെറ്റർ. എന്താണ്? റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടെ റെഫറൽ ലെറ്റർ മുഖേനയായിരിക്കും ഒരു ഹെൽത്ത് ക്ലിനിക്കിൽ നിന്നും പേഷ്യന്റിനെ എങ്ങോട്ട് ഡയറക്ട് ചെയ്ത് വിടുന്നത്? ഹോസ്പിറ്റലിലോട്ട് ഡയറക്ട് ചെയ്ത്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്, ഹെൽത്ത് സെന്റർ ഓഫ് ക്ലിനിക് നോർമലി ഡയറക്ട് ദ പേഷ്യന്റ് ടു ഹോസ്പിറ്റൽ വിത്ത് എ ഡാഷ്. എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെഫറൽ ലെറ്റർ. ഓക്കെ, അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ദ ഹോസ്പിറ്റൽ ആൻഡ് ദ ഹെൽത്ത് സെന്റർ must develop a clear referral and appointment system for both the new and established patients. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ഹെൽത്ത് സെന്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലായിക്കോട്ടെ ഏതാണെങ്കിലും ഈ പറയുന്ന പുതിയ പേഷ്യൻസിന്, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിന്, അവിടെ നിലവിലുള്ള പേഷ്യൻസിനായിട്ട്
കൃത്യമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഉപയോഗപ്പെടുത്തിയിരിക്കണം. അതിപ്പോ ചെറിയ ഒരു ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിനായാലും ഓൾറെഡി നിലവിലുള്ള പേഷ്യൻസിനായാലും കൃത്യമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. എന്നുവെച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് വേ ഓഫ് രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ, രജിസ്ട്രേഷൻ സംവിധാനങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ രോഗിയുടെയും മെഡിക്കൽ റെക്കോർഡ്സ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് പേഷ്യന്റിനെ ഡയറക്ട് ചെയ്ത് വിടുന്നത്. അതൊരു ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലായി കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു റെഫറൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. റെഫറൽ ഓഫ് എ പേഷ്യന്റ് ശ്രദ്ധിക്കാം. The 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the 3rd copy should be retained by the referring health center or clinic. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൽ സംവിധാനം വേണമെന്ന് പറഞ്ഞു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ട് ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മളൊരു പേഷ്യന്റിന് എന്ത് ചെയ്യണം, ഡയറക്ട് ചെയ്ത് റെഫർ ചെയ്ത് വിടാന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 copies of referral letters are generated. ഓക്കെ, 3 കോപ്പി, അതായത് റെഫറൽ ലെറ്ററിന്റെ 3 കോപ്പികളാണ് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായാലും 3 കോപ്പികളാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഓരോ കോപ്പികൾ എവിടെയൊക്കെയാണ് സൂക്ഷിക്കുന്നതാണ്. 3 കോപ്പീസിൽ 3 കോപ്പി റെഫറൽ ലെറ്റർ നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അതില് ആദ്യത്തെ 2 കോപ്പീസ്, ഫസ്റ്റ് 2 കോപ്പീസ് ഷുഡ് ബി പ്രസന്റഡ് ടു ദ ഹോസ്പിറ്റൽ ബൈ ദ പേഷ്യന്റ്. അതിൽ ആദ്യത്തെ 2 റെഫറൽ ലെറ്റേഴ്സ് ഉള്ള കോപ്പികൾ ഉണ്ടല്ലോ, അത് പേഷ്യന്റ് എന്ത് ചെയ്യണം, അവർ പോകുന്ന ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ 2 കോപ്പികള് പേഷ്യന്റ് എന്ത് ചെയ്യണം, അവരെ റെഫർ ചെയ്ത് വിടുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കോപ്പിയും കൂടെ ഉണ്ട് അല്ലെ. ആ 3rd കോപ്പി ദാറ്റ് ഷുഡ് ബി റീറ്റെയിൻഡ് ബൈ ദ റെഫറിംഗ് ഹെൽത്ത് സെന്റർ ഓഫ് ക്ലിനിക്. 3ാമത്തെ കോപ്പി ഉണ്ടല്ലോ, അത് വന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്ത്, എവിടെ ഫയൽ ചെയ്ത് വെക്കാം. അവരെ പറഞ്ഞു വിടുന്ന അവരുടെ പോയ ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ, ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്, അവിടെയാണ് 3ാമത്തെ കോപ്പി എന്ത് ചെയ്യേണ്ടത്, റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത്. ബാക്കി 2 കോപ്പി ഹെൽത്ത് സെന്റർ റെഫർ ചെയ്ത് വിടുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ വേണം ആദ്യത്തെ 2 കോപ്പികൾ അത് പേഷ്യന്റ് പ്രസന്റ് ചെയ്യണം. 3ാമത്തെ കോപ്പി എവിടെ തന്നെ സൂക്ഷിക്കാം, ഹെൽത്ത് സെന്ററിൽ തന്നെ സൂക്ഷിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ആഫ്റ്റർ ട്രീറ്റ്മെന്റിന് ശേഷം എന്ത് ചെയ്യണം? ദ ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓഫ് ദ ഹെൽത്ത് സെന്റർ ഓഫ് ഹോസ്പിറ്റൽ as a feedback information and second copy should be retained in the hospital. അപ്പോ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വിട്ടത്. അപ്പൊ ട്രീറ്റ്മെന്റിന് ശേഷം ആ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് ശേഷം 2 കോപ്പി ഉണ്ടല്ലോ അവിടെ, അതിനകത്ത് ഫസ്റ്റ് കോപ്പി അല്ലെ, ആദ്യത്തെ കോപ്പി എന്ത് ചെയ്യാം, ദാറ്റ് ഷുഡ് സെൻഡ് ബാക്ക് ടു ദ ഹെൽത്ത് സെന്റർ. ഹെൽത്ത് സെന്ററിലോട്ട് തിരിച്ചയക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ. കാരണം അവിടെ നിന്നാണല്ലോ രോഗിനെ റെഫർ ചെയ്ത് വിട്ടത്. അപ്പൊ അവര് റെഫർ ചെയ്ത് വിട്ട ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് ശേഷം എന്ത് ചെയ്യണം, 2 കോപ്പി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കോപ്പി എന്ത് ചെയ്യണം, സെൻഡ് ബാക്ക് ടു ദ ഹെൽത്ത് സെന്റർ. ഹെൽത്ത് സെന്ററിലോട്ട് തിരിച്ചയക്കാം. എന്തായിട്ട്? എസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ. ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ആദ്യത്തെ കോപ്പി തിരിച്ചെങ്ങോട്ടേക്ക് അയക്കാം, ഹെൽത്ത് സെന്ററിലോട്ട് അയക്കാം. എന്നിട്ടോ സെക്കൻഡ് കോപ്പി ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ 2 കോപ്പികളിൽ പിന്നെ ഒരു കോപ്പി ബാലൻസ് ഉണ്ടല്ലോ, സെക്കൻഡ് കോപ്പി ഇവിടെ തന്നെ സൂക്ഷിക്കാം, ആ ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കാം. മനസ്സിലായോ? ഇത്രയുള്ള റെഫറൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയട്ടെ. അപ്പൊ 3 കോപ്പി വേണം ജനറേറ്റ് ചെയ്യാനായിട്ട്. ആദ്യത്തെ 2 കോപ്പി പേഷ്യന്റ് എന്ത് ചെയ്യണം, അവര് പോകുന്ന ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യാം. 3ാമത്തെ കോപ്പി ഇവിടെ തന്നെ കീപ്പ് ചെയ്യാം, ഹെൽത്ത് സെന്ററിൽ കീപ്പ് ചെയ്യാം. അതങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ട്രീറ്റ്മെന്റിന് ശേഷം, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, 2 കോപ്പികൾ ഉള്ളതില് ഫസ്റ്റ് കോപ്പി സെൻഡ് ബാക്ക് ടു ദ ഹെൽത്ത് സെന്റർ ആസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് തിരിച്ചയക്കാം. ഒരു കോപ്പി എവിടെ തന്നെ സൂക്ഷിക്കാം, ഹോസ്പിറ്റലിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? എങ്ങനെയുള്ള ഒരു റെഫറൽ സംവിധാനമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പുതുതായിട്ടൊന്നും അതിനകത്ത് പറയുന്നില്ല. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്, അതായത് the names of all outpatient clinics with the names of the clinic chiefs in the hospital
should be revealed in the main entrance of the outpatient department. And in each clinic, the name of chief consultant should also be revealed. Same കാര്യം തന്നെയാണ് പറഞ്ഞത്, വേറൊന്നുമല്ല. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് OPD ഒക്കെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ വലിയൊരു ബോർഡ് മിക്കവാറും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആ ബോർഡിനകത്ത് ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് കൺസൾട്ടന്റിന്റെ പേരും അയാളുടെ യോഗ്യത അടക്കം ആ ഒരു ബോർഡിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകളും, പൾമണോളജി അല്ലെങ്കിൽ പൾമണോളജി, പല ചീഫ് ആയിട്ടുള്ള കൺസൾട്ടന്റിന്റെ പേര്, അതിന്റെ നേരെ അയാളുടെ യോഗ്യത MD MBBS ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നെഫ്രോളജി അല്ലെ, നെഫ്രോളജി വിഭാഗം അവിടുത്തെ ചീഫ് കൺസൾട്ടന്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ പേരുകളും അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ ചീഫ് കൺസൾട്ടന്റിന്റെ പേരുകളും എവിടെ പ്രദർശിപ്പിച്ചിരിക്കണം? ഇൻ ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ എൻട്രൻസിൽ വേണം ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് മെയിൻ എൻട്രൻസിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്? കാരണം ആളുകൾ വന്ന് കയറുന്ന സ്ഥലം അവിടെയാണ്. അവിടെ തന്നെ വരുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ആ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ ഉണ്ടെന്നും അവിടുത്തെ ചീഫ് കൺസൾട്ടന്റ് ആരാണെന്നും പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അത് തന്നെ അഫ്ല പറഞ്ഞ പോലെ എല്ലാം വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എൻട്രൻസ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെന്താണ്? അത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിൽ അത്രയേ ഉള്ളൂ. നെയിംസ് ഓഫ് ഓൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് വിത്ത് ദ നെയിംസ് ഓഫ് ക്ലിനിക് ചീഫ് ഇൻ ദ ഹോസ്പിറ്റൽ ഷുഡ് ബി റിവീൽഡ് ഇൻ ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അടുത്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ആക്സിഡന്റ് എമർജൻസി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഒന്നാമത് ശ്രദ്ധിക്കുക, ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതെ, ആക്സിഡന്റ് എമർജൻസി കേസുകൾക്കാണ്ട് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുമല്ലോ, അപ്പോഴ് പറയുന്ന കാര്യങ്ങളാണ്. ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്, ഫസ്റ്റ് കോപ്പി is kept in the casualty department. Second copy is presented by the patient in the pharmacy to get the medication. And third copy is kept by the patient. എന്താണ് പറയുന്നത്? നമ്മളിപ്പോ റെഫറൽ ലെറ്റർ പറഞ്ഞപ്പോ 3 കോപ്പി ജനറേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ആക്സിഡന്റ് എമർജൻസി സേവനങ്ങൾ അത്തരം കേസുകൾ വരുമ്പോൾ the 3 copies of accident emergency forms are generated. ഇതുപോലെ 3 കോപ്പി ആക്സിഡന്റ് എമർജൻസി ഫോമുകളുടെ 3 കോപ്പി നമ്മൾ ജനറേറ്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് കോപ്പി, ആദ്യത്തെ കോപ്പി എവിടെയും സൂക്ഷിക്കേണ്ടേ? ഫസ്റ്റ് കോപ്പി is kept in the casualty department. That means എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് കേസുകൾ ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യത്തെ കോപ്പി എവിടെ തന്നെ സൂക്ഷിക്കാം? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കാം. ഓക്കെ, then second copy is presented by the patient in the pharmacy to get the medication. സെക്കൻഡ് കോപ്പി എന്ത് ചെയ്യണം? പേഷ്യന്റ് ഫാർമസിയിൽ പ്രസന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ദ മെഡിക്കേഷൻ. മരുന്നുകൾ ലഭിക്കാനായിട്ട് എവിടെ സബ്മിറ്റ് ചെയ്യണം? ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യണം. Then third copy is kept by the patient. മൂന്നാമത്തെ കോപ്പി ആരുടെ കൈവശം വെക്കാം? പേഷ്യന്റിന് അവരുടെ കയ്യിൽ വെക്കാം. ക്ലിയർ ആയോ? അപ്പൊ 3 കോപ്പി ജനറേറ്റ് ചെയ്യണം. ആദ്യത്തെ കോപ്പി എവിടെയാണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് കോപ്പി എവിടെയാണ്? ഫാർമസിയിൽ. എന്തിനു വേണ്ടിയിട്ടാ? ടു ഗെറ്റ് ദ മെഡിക്കേഷൻ. തേർഡ് കോപ്പി ആരാണ് സൂക്ഷിക്കേണ്ടത്? ഇറ്റ് ഈസ് കെപ്റ്റ് ബൈ ദ പേഷ്യന്റ് ഇറ്റ്സെൽഫ്. അല്ലെ, പേഷ്യന്റിന്റെ കൈവശത്തിൽ തന്നെ വെക്കാം. ഓക്കെ, അടുത്ത നോക്കാം കേട്ടോ. സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പീസ് become part of the main patient's file if this patient is admitted to either an outpatient or an inpatient service. അത് വേറൊന്നുമല്ല, ഈ സെക്കൻഡ് തേർഡ് കോപ്പീസ് എന്തിന്റെ ഭാഗമായിട്ട് മാറും? പേഷ്യന്റ് ഫയൽ, അതായത് മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറും. ഇപ്പൊ മാറും, ഈ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആയിട്ടോ ഇൻ പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ഒക്കെ ചെയ്യപ്പെടുകയാണെങ്കിൽ ചിലവിൽ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോ തന്നെ സ്വാഭാവികമായിട്ടും ആ സെക്കൻഡും തേർഡ് കോപ്പീസ് എന്തിന്റെ ഭാഗമായിട്ട് മാറും? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, പിന്നെന്താണ്? ഫസ്റ്റ് കോപ്പി ഇസ് റീറ്റെയിൻഡ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ തന്നെ സൂക്ഷിക്കും. ഓക്കെ, ബാക്കി 2-3 കോപ്പികള് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫയലിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇനി എന്താണ്? If a patient, ശ്രദ്ധിക്കാട്ടോ, if a patient has a unit record in the hospital and the casualty medical officer wants to inspect it, medical record department should pass on the record to him. എന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ ഈ കൊണ്ടുവരുന്ന പേഷ്യന്റിന് ഓൾറെഡി അവിടെ റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യന്റ് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതാണ്.
രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പേഷ്യന്റിന്റെ പേരിൽ ഓൾറെഡി അവിടെ റെക്കോർഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ആ ഒരു റെക്കോർഡ് ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നാൽ, പരിശോധിക്കേണ്ടതായിട്ട് വന്നാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ കാഷ്വാലിറ്റി ഓഫീസർക്ക് ആ പേഷ്യന്റിന്റെ റെക്കോർഡ് കൈമാറി. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇപ്പൊ വരുന്ന പേഷ്യന്റിന് ഓൾറെഡി അവിടെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നുവെച്ചാൽ ഓൾറെഡി മുന്നേ കണ്ടിട്ടുണ്ട്, ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേഷ്യന്റ് ഒരു യൂണിക് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. അതിന്റെ ആളുടെ പേരില് ഒരു മെഡിക്കൽ റെക്കോർഡ് ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഓൾറെഡി മെഡിക്കൽ റെക്കോർഡ് ഉള്ള ഒരു പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റിയിലെ ഓഫീസർ ആ മെഡിക്കൽ റെക്കോർഡ് ആവശ്യപ്പെടും അല്ലെ. അപ്പൊ ആരാണ് അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD ഡിപ്പാർട്ട്മെന്റ് ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ആർക്ക് കൈമാറണം? കാഷ്വാലിറ്റി ഓഫീസർക്ക് കൈമാറണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഓഫ് എ കാഷ്വാലിറ്റി പേഷ്യന്റ് ആർ അഫിക്സ്ഡ് ടു ദ കാഷ്വാലിറ്റി ഫോം. അപ്പോ ഈ ഒരു കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ ബന്ധപ്പെട്ട എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും ആ കാഷ്വാലിറ്റി ഫോമുമായിട്ട് അഫിക്സ് ചെയ്ത് വെക്കണം. അതായത് കാഷ്വാലിറ്റിയിൽ നമ്മളൊരു കോപ്പി വെക്കുന്നുണ്ടല്ലോ, ആ കോപ്പിയുടെ കൂടെ ആ പേഷ്യന്റിൽ നടത്തിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും എന്ത് ചെയ്ത് വെക്കണം? അഫിക്സ് ചെയ്ത് വെക്കണം. അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത്, the reports become part of the main patient file if a patient is referred as either an outpatient or an inpatient. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത് ഔട്ട്പേഷ്യന്റ് ആയിട്ട് ഇൻപേഷ്യന്റ് ആയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പേഷ്യന്റിന്റെ ഫയൽ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ 3 കോപ്പി ആക്സിഡന്റ് എമർജൻസി ഫോം ജനറേറ്റ് ചെയ്യാം. ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റിയിൽ സൂക്ഷിക്കുക, രണ്ടാമത്തെ കോപ്പി ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യുക, മൂന്നാമത്തെ കോപ്പി പേഷ്യന്റിന്റെ കൈവശത്തിൽ വെക്കുക. ഇനി ഓൾറെഡി റെക്കോർഡ് ഉള്ള പേഷ്യന്റ് ആണ് കാഷ്വാലിറ്റിയിലേക്ക് വരുന്നതെങ്കിൽ ആ ഒരു റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൈമാറാം? കാഷ്വാലിറ്റി ഓഫീസർക്ക് കൈമാറാം. ഈ ഒരു പേഷ്യന്റ് അവിടെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും ഈ പറയുന്ന കോപ്പികളൊക്കെ ആരുടെ എന്തിന്റെ ഭാഗമായിട്ട് മാറും? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫയലിന്റെ ഭാഗമായിട്ട് മാറും. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? രജിസ്ട്രേഷൻ സംവിധാനവും പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സും 6 ഡിജിറ്റ് നമ്പറിംഗ് സിസ്റ്റവും ഓക്കെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എവിടെ ഫയൽ ചെയ്യുന്നു, ആര് ഫയൽ ചെയ്യുന്നു, ഇതൊക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. അഡ്മിഷൻ ഓഫീസാണ് കേട്ടോ. അഡ്മിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അഡ്മിഷൻ ഓഫീസ് അത് കുറച്ച് പോയിന്റുകളാണ്. ഇതിൽ പഠിച്ചതിൽ കുറച്ച് പോയിന്റ് മാത്രമേ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തത്, അഡ്മിഷൻ ഓഫീസർ will be in working around the clock. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക് and is responsible for the admission of patients. Underline ചെയ്ത് വെക്കാം. For the maintenance of the bed occupancy border and for the safekeeping of patients' property if there is any absence of a patient's relative. അതായത് ഒരു അഡ്മിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അഡ്മിഷൻ ഓഫീസ് ഇവിടെ എന്തായിരിക്കണം? That will be working around the clock. 24 hours പ്രവർത്തിക്കണം. എന്ത്? അഡ്മിഷൻ ഓഫീസർ. കാര്യം എന്താണ്? എമർജൻസി സിറ്റുവേഷൻ ആളെ കൊണ്ടുവന്ന് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരാം അല്ലെ. അതുകൊണ്ട് എപ്പോഴാണ് അതായത് കൊണ്ടുവന്ന പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യാൻ പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരരുത് അല്ലെ. എപ്പോഴും എന്തായിരിക്കണം? 24 hours പ്രവർത്തിക്കണം. അറൌണ്ട് ദ ക്ലോക്ക് കേട്ടോ പ്രവർത്തിക്കുന്നതായിരിക്കും അഡ്മിഷൻ ഓഫീസർ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ എന്തൊക്കെയാണ് ഒരു അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്? എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി നോക്കിയാൽ ഒന്നറിയാലോ. റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യന്റ്, പേരിൽ തന്നെയുണ്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണം. പിന്നെന്താണ്? ഫോർ ദ മെയിന്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡർ. അതായത് ഈ പറയുന്ന പേഷ്യൻസിന്റെ ആ ഒരു ഹോസ്പിറ്റലിലെ ബെഡ് ഒക്യുപ്പൻസി അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ബെഡിന്റെ അവൈലബിലിറ്റി അറിയണം. റൂമിലാണെങ്കിലും വാർഡിലാണെങ്കിലും ബെഡിന്റെ അവൈലബിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാര്യം ബെഡുകൾ അവൈലബിൾ ആണോ, നിലവിൽ എത്ര ബെഡുകളിൽ പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
അതാരാ ചെയ്യേണ്ടത്? അഡ്മിഷൻ ഓഫീസർ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ബെഡ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. എത്ര ഹോസ്പിറ്റലിൽ എത്ര ബെഡ്സുകൾ അവൈലബിൾ ആണ്, എത്ര ബെഡുകൾ പേഷ്യൻസ് ഓക്യുപ്പൈഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിങ്ങനെ ഒരു ടൈമിൽ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. പിന്നെ വരുന്നത് എന്താണ്? For the safe keeping of patient's property if there is any absence of the patient's relative. ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള പേഷ്യന്റിന് ഇപ്പൊ അവർക്ക് ആരും ബൈസ്റ്റാൻഡേഴ്സോ റിലേറ്റീവ്സ് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ പ്രോപ്പർട്ടികള് സേഫ് ആയിട്ട് എന്താണ് കീപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിഷൻ ഓഫീസറുണ്ട്. മനസ്സിലായി? പെട്ടെന്നൊക്കെ കൊണ്ടുവരുന്ന കേസ് ചിലപ്പോ പേഷ്യന്റിന്റെ കയ്യിലുള്ള ഓർണമെന്റ്സോ ആഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിഷൻ ഓഫീസിന്റെ. അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്? അഡ്മിഷൻ ഓഫീസർ 24 അവർ പ്രവർത്തിക്കണം. അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഒന്ന്, അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്. രണ്ട്, എന്തായിരുന്നു? മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. മൂന്നാമത്തെ എന്തായിരുന്നു? സേഫ് കീപ്പിംഗ് ദ പേഷ്യൻസ് പ്രോപ്പർട്ടി if there is any relatives, if there is any absence of the patient's relative. ഇത്രയും കാര്യങ്ങൾ മാത്രം അവിടെ ഓർമ്മിച്ചാൽ ഓക്കെ ആണോ? ക്ലിയർ ആണോ? കുറച്ച് സ്പീഡിലാണ് കേട്ടോ ക്ലാസ് പോകുന്നത്, വേറെ ഒന്നും അല്ല. അറിയാലോ, ചാപ്റ്ററുകളൊക്കെ ഭയങ്കര വലിയ ചാപ്റ്ററുകളാണ്. അപ്പൊ തീർക്കണം, സമയത്തിന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സ്പീഡിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാമെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. ഓക്കെ, ഡയറക്റ്റ് അഡ്മിഷൻ. അതിലും 2 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് ദ വാർഡ് മാനേജർ. ദ വാർഡ് മാനേജർ in charge is liable for registering the case in the admission officer within 2 hours of the patient's admission to the ward. Okay, എക്സാമിന് 3rd and 4th മൊഡ്യൂള് ചാപ്റ്റേഴ്സ് തീരുമ്പോ എക്സാം വരും കേട്ടോ. 3 മാസത്തിനുള്ളിൽ തീർക്കണം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ചാപ്റ്റേഴ്സിന്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെയൊക്കെ വാരിയേഷൻ വരാം കേട്ടോ. ഓക്കെ, അത് അങ്ങനെ ഉറപ്പ് പറയുന്നില്ല. മാക്സിമം തീർക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ടൈം ബൗണ്ടഡ് ആയിട്ട് തീർക്കാൻ നോക്കും. പക്ഷെ അറിയാലോ, ചാപ്റ്ററുകള് 3rd and 4th കടക്കുമ്പോ ഭയങ്കര വലിയ ചാപ്റ്ററുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണല്ലോ. എടുത്ത് തീർക്കാൻ നമുക്ക് പറ്റും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതും നമ്മുടെ ഒരു റെസ്പോൺസിബിൾ ആണല്ലോ. അതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം കേട്ടോ. അതാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം. ദ വാർഡ് മാനേജർ in charge is liable for registering the case in the admission officer within 2 hours of the patient's admission to the ward. അവിടെ വാർഡ് മാനേജർ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം, 2 hours എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്താണ് പറയുന്നത്? നമ്മുടെ അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ. ഓക്കെ, അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യല്ല, രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇസ് ലയബിൾ ഫോർ രജിസ്റ്ററിംഗ് ദ കേസ് ഇൻ ദ അഡ്മിഷൻ ഓഫീസ് കേട്ടോ. അഡ്മിഷൻ ഓഫീസിൽ വരുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? വാർഡ് മാനേജർക്കാണ് കേട്ടോ. അതും എത്ര സമയത്തിനുള്ളിൽ? വിത്തിൻ 2 hours ഓഫ് ദ പേഷ്യന്റ് അഡ്മിഷൻ ടു ദ വാർഡ്. അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് വാർഡിലേക്ക് അഡ്മിഷൻ ചെയ്യുമല്ലോ. അഡ്മിഷൻ ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അഡ്മിഷൻ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം കേട്ടോ. വാർഡിലേക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ട് ഒരു 2 hours-നുള്ളിൽ വിത്തിൻ 2 മണിക്കൂറിനുള്ളിൽ ആ ഒരു കേസ് അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? വാർഡ് മാനേജർക്കാണ്. ആർക്കാണ്? വാർഡ് മാനേജർക്കാണ്. ക്ലിയർ ആയോ? അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, who is liable for registering the case in the admission office within 2 hours of the patient admission to the ward? എന്താണ് ഉത്തരം? വാർഡ് മാനേജർ. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെ ചോദിക്കാം, എത്ര സമയത്തിനുള്ളിലാണ് എന്ന് ചോദിക്കാം. വിത്തിൻ 2 hours കേട്ടോ. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് വിത്തിൻ 2 hours-നുള്ളിൽ ആ കേസ് അഡ്മിഷൻ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടത് വാർഡ് മാനേജറാണ്. ഓക്കെ, ക്ലിയർ ആയോ? അത് ഡയറക്റ്റ് അഡ്മിഷൻ കേസുകളാണ് കേട്ടോ. പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുന്ന കേസുകളിലെ അങ്ങനത്തെ കേസുകൾ ഇങ്ങനെയാണ് ചെയ്യാം. ചിലപ്പോൾ കാഷ്വാലിറ്റിയിലാവില്ല. ഇപ്പൊ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ട് പ്രീ പ്ലാൻ ചെയ്ത് അഡ്മിറ്റ് വരുന്ന കേസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അവരെ പിന്നീട് നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് അല്ല കൊണ്ടുവരാം. ഓൾറെഡി അഡ്മിഷൻ ഒക്കെ പ്രീ പ്ലാൻ ചെയ്തിട്ട് വരുന്ന കേസുകളില്ലേ,
അവിടെയാണ് ഇത് ആവശ്യമുള്ളത് കേട്ടോ. ഓക്കെ, അല്ലാത്ത രീതി എന്ന് പറയുമ്പോൾ അത് ക്യാഷ് സർട്ടിഫിക്കറ്റ് വരുന്നു, പിന്നീട് രജിസ്റ്റർ ചെയ്യുന്നു, ആ രീതിയിൽ കൊണ്ടുവരാം. അതല്ലാണ്ട് അഡ്മിഷൻ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വരുന്ന കേസുണ്ട്, ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെയുള്ളതിലൊക്കെ ഈ രീതിയിലാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. അബ്സ്കോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അബ്സ്കോണ്ടഡ് മീൻസ് എന്താ? ഒളിച്ചോടി പോവാന്നുള്ള അർത്ഥമാണ് അല്ലെ. അബ്സ്കോണ്ട് ചെയ്യാന്ന് വെച്ചാൽ കാണാതാവാ, മിസ്സാവാ, ഒളിച്ചോടി പോവാ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുക. അറിഞ്ഞിരുന്നാൽ മതി, ഇൻഫർമേഷൻ അബൌട്ട് absconded patients who ran away must be recorded in the patient's file with the details regarding the date and the time the patient was found to be missing from the ward. അതായത് അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും, കാണാതായി പോകുന്നത്, മിസ്സായി പോകുന്ന ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ വിവരങ്ങള് നമ്മൾ എപ്പോ തൊട്ട് അവർ മിസ്സായി എന്നുള്ള ആ ടൈം വിത്ത് ഡേറ്റ് അനുസരിച്ച് എവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം? നമ്മള് ആ ഫയലില് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇയാള് അബ്സ്കോണ്ടഡ് പേഷ്യന്റ് ആണ്, ഇന്ന സമയം തൊട്ട് ഇന്ന ദിവസം ഇന്ന സമയം തൊട്ട് ഇയാള് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അവരുടെ ആ ഒരു ഫയലിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെച്ചിരിക്കണം? റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ മസ്റ്റ് നോട്ട് ആൻഡ് സൈൻ ദ റെക്കോർഡ് പ്രോപ്പർലി. അവരെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഫിസിഷ്യൻ, അത് കൃത്യമായിട്ട് ഈ റെക്കോർഡ് നോട്ട് ചെയ്ത് സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് സൈൻ ചെയ്ത് പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ എന്താണ്? ദ മാറ്റർ ടു ബി കൺവേഡ് ടു ദ പോലീസ്. എത്രയും പെട്ടെന്ന് ഈ വിവരം ആരെ അറിയിക്കാം? പോലീസിനെ അറിയിക്കാം അല്ലെ. അപ്പൊ അബ്സ്കോണ്ട് ചെയ്തു പോകുന്ന പേഷ്യൻസിന്റെ കാര്യം എന്ത് ചെയ്യണം? അവരെപ്പോ മിസ്സായി എന്നുള്ള ഡേറ്റും ടൈം അനുസരിച്ച് ആ പേഷ്യന്റിന്റെ കാര്യം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അത് കൃത്യമായിട്ട് അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത് വെക്കണം. എത്രയും പെട്ടെന്ന് ആ വിവരങ്ങൾ ആരെ അറിയിക്കാം? പോലീസിനെ അറിയിക്കാം. അറിഞ്ഞിരുന്നാൽ മതി. അബ്സ്കോണ്ടഡ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തതാണ് AMA, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇനി അതിന്റെ ഫുൾ ഫോം മറക്കരുത് കേട്ടോ. AMA, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് അവിടെ പറയുന്നത്? ദ പേഷ്യന്റ് who discharge themselves from a hospital against the advice of their treating physician should be treated as a discharged. ഡിസ്ചാർജ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് നിൽക്കാം കേട്ടോ. അതായത് ഇപ്പൊ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് അവരുടെ ചികിത്സ മതിയാക്കി പോകുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ഡിസ്ചാർജ്ഡ് ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ദ പേഷ്യന്റ് ഹു ഡിസ്ചാർജ് ദംസെൽഫ്, അവർ തന്നെത്താൻ പോവുകയാണ് എന്നുവെച്ചാൽ ആ ഒരു പേഷ്യന്റ് ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് എതിരായിട്ട് ട്രീറ്റ്മെന്റ് മതിയാക്കി പോകുന്ന പേഷ്യൻസിനെ എന്തായിട്ടാണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്? ഡിസ്ചാർജ്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് ദ സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ് or his or her nearest relative is obtained in the specified form. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ, ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബന്ധപ്പെട്ട ആ ഒരു റിലേറ്റീവിന്റെയോ ആ ഒരു സിഗ്നേച്ചർ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്ത് വെക്കണം? വാങ്ങിച്ചു വെക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാര്യം എന്താണ്? ഈ പറയുന്ന AMA പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും പിന്നീട് ഫർദർ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഹോസ്പിറ്റലിനെതിരെ അലിഗേഷൻസ് ഒന്നും വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബന്ധപ്പെട്ട വ്യക്തിയുടെ സിഗ്നേച്ചർ അവിടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഓക്കെ, മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. അടുത്ത നോക്കാം, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. അവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാട്ടോ. എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഹിസ് ഡെത്ത്, സച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ പേഷ്യന്റ്സ് ഫയൽ ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. അതിൽ ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുക. എന്താണ് അവിടെ പറയുന്നത്? ചില പേഷ്യൻസിന് അവർക്ക് മരണമൊഴി കൊടുക്കാനുണ്ടോ, അതായത് ഡെത്തിന് മുമ്പ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്ത് വെക്കണം? പേഷ്യന്റിന്റെ ഫയല് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആരുടെ സാന്നിധ്യത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം? ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. ആരുടെ സാന്നിധ്യത്തിലാണ്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില്. ഓക്കെ, ഇപ്പൊ മരണമൊഴി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സുകൾ അവർക്ക് പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ഫയലില് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കാം.
ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്, ഇൻ കേസ് അവിടെ മജിസ്ട്രേറ്റ് ഇല്ലാന്ന് വിചാരിക്കാം, മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ ആരുടെ സാന്നിധ്യത്തിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ, അത് നോട്ട് ചെയ്യാം കേട്ടോ. The declaration can be recorded in the presence of 3 persons that include a treating physician, a nurse, and the hospital administrator of his representative. മനസ്സിലായോ? മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തില്, മജിസ്ട്രേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വേണം റെക്കോർഡ് ചെയ്ത് വെക്കാൻ. ഇൻ കേസ് മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആരുടെ സാന്നിധ്യത്തിൽ വേണം? 3 വ്യക്തികളുടെ പ്രസൻസിൽ വേണം റെക്കോർഡ് ചെയ്ത് വെക്കാൻ. ആരൊക്കെയാണ് 3 വ്യക്തികൾ? ഒന്ന് ഫിസിഷ്യൻ, ട്രീറ്റിംഗ് ഫിസിഷ്യൻ, അവരുടെ ഡോക്ടർ, മറ്റൊന്ന് നഴ്സ്, മൂന്നാമത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേറ്റീവോ. അപ്പൊ അത് ചോദ്യം നോക്കിയിട്ട് വേണം ആൻസർ ചെയ്താൽ കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, അതായത് ഇനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഹിസ് ഡെത്ത് സച്ച് എ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി റെക്കോർഡഡ്. ഇങ്ങനെ ചോദിക്കാം, മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ ആരുടെ സാന്നിധ്യത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഫിസിഷ്യൻ, അതുപോലെ നഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇനി അതല്ല, നോർമലി അങ്ങനെ മജിസ്ട്രേറ്റിന്റെ അല്ലാത്ത രീതിയിലാണ് ചോദിക്കണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പ്രസൻസിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ചോദ്യത്തിൽ നോക്കണം, ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ് എന്ന് കാണുകയാണെങ്കിൽ ഇതായിരിക്കും ആൻസർ കേട്ടോ. ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക്. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ് പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ രജിസ്ട്രേഷൻ സംവിധാനം മനസ്സിലാക്കി. 6 ഡിജിറ്റ് നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ എന്താണ്, അപ്പോയിന്റ്മെന്റ് സംവിധാനം ഫോളോ ചെയ്യണം. ഏത് സാഹചര്യങ്ങൾ ഒഴികെ, ലേബർ എമർജൻസി കേസുകൾ ഒഴികെ അപ്പോയിന്റ്മെന്റ് സംവിധാനം പ്രയോഗിക്കണം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഔട്ട് പേഷ്യൻസിന്റെ എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡായിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇൻ പേഷ്യൻസിന്റെ എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? വാർഡിലാണ്. ആരാണ് റെസ്പോൺസിബിൾ പേഴ്സൺ? വാർഡ് സിസ്റ്റർ അല്ലെങ്കിൽ ക്ലർക്ക്. ഓക്കെ, പിന്നെ ഒരു ഹെൽത്ത് സെന്ററിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നത് ഡയറക്ടറിന്റെ ഇതിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്, റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടു. പിന്നെ അതിന്റെ 3 കോപ്പികൾ ജനറേറ്റ് ചെയ്യണം, എവിടെയൊക്കെ സൂക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ ഓർത്തു വെക്കാം. അതുപോലെ തന്നെയാണ് എന്ത്, ആക്സിഡന്റ് എമർജൻസി ഫോംസ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പിന്നെ പെട്ടെന്ന് വരുന്ന ഡയറക്റ്റ് അഡ്മിഷൻ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിഷൻ ക്ലർക്കിനാണ്. എത്ര സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം? 2 മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കേസ് എങ്ങനെ ചെയ്യണം? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസറിന്റെ കേസുകൾ ഡിസ്ചാർജിനായിട്ട് കണക്കാക്കണം, പക്ഷെ അവരുടെ സൈൻ മേടിക്കണം. ഓക്കെ, അതുപോലെ ഡിക്ലറേഷൻ മജിസ്ട്രേറ്റിന്റെ പ്രസൻസിൽ, മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ ബാക്കി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. അത് വേറൊന്നുമല്ല, മെഡിക്കൽ റെക്കോർഡ്സിന്റെ കംപ്ലീഷനുമായിട്ട്, പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഒന്നാമത്തെ നോക്കുക, നോട്ട് ചെയ്ത് വെക്കാം. ഫിസിഷ്യൻസ് ഹാവ് ടു കംപ്ലീറ്റ് ദ റെക്കോർഡ്സ് ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് എ പേഷ്യന്റ് വേറെവർ പോസിബിൾ. അണ്ടർലൈൻ ചെയ്തിരിക്കാം. അപ്പൊ നോക്കൂ, ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലൈബിലിറ്റി ആർക്കാണുള്ളത്? ആർക്കാണ്? ഫിസിഷ്യൻ ആണ്. ആർക്കാണ്? ഡോക്ടർക്കാണ്. ഓപ്ഷനകത്ത് നഴ്സ് അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം, ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകള് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യനാണ്, ഡോക്ടർക്കാണ്. അതും എങ്ങനെ? ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് എ പേഷ്യന്റ് വേറെവർ പോസിബിൾ. കഴിയാവുന്നിടത്തോളം രോഗി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഫിസിഷ്യനാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കി, അതർവൈസ് they have to visit the medical record department continually to inspect all these discharge records for completion. ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ലേ, പരമാവധി കഴിയാവുന്നിടത്തോളം എന്താണ്, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. ഇൻ കേസ് അതിന് സാധിച്ചില്ല എന്നിരിക്കട്ടെ, ഡിസ്ചാർജിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡോക്ടർ മെഡിക്കൽ റെക്കോർഡ്സ് ഡിസ്ചാർജ് ചെയ്ത് പോയ കേസുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കും. ഓക്കെ, ഡിസ്ചാർജ് ചെയ്ത് പോയി പക്ഷെ കംപ്ലീറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഡിസ്ചാർജ് ചെയ്ത എല്ലാ റെക്കോർഡുകളും നോക്കി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് അവിടെ പറയുന്നത്. പക്ഷെ പരമാവധി എന്താണ്, ഡിസ്ചാർജിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. ആർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഫിസിഷ്യൻ ആണ്. ഓക്കെ,
അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. The patient's record must not have been kept incomplete for more than 30 days. ആ 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചതാണ്. ഒരു മെഡിക്കൽ റെക്കോർഡ് 30 ദിവസത്തിൽ കൂടുതൽ എന്താകാൻ പാടില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. തിരിച്ചു പറഞ്ഞാല് 30 ദിവസത്തിനുള്ളിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എത്ര ദിവസമാണ്? 30 ദിവസം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 30 ഡേയ്സിനുള്ളിൽ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, എത്ര ദിവസത്തിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ലാത്തത്. എത്ര ദിവസമാണ്? 30 ഡേയ്സ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഫിസിഷ്യൻ ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, കഴിയാവുന്നിടത്തോളം ഡിസ്ചാർജിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എത്ര ദിവസത്തിനുള്ളിലാണ് മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ ദിവസത്തിൽ കൂടുതൽ ഇരിക്കാനായിട്ട് പാടില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ പറയുന്നത്. അതെന്താണ്? എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളും നമ്മൾ അതിൽ എഴുതുന്ന പ്രൊസീജിയറുകളാണെങ്കിലും മറ്റുള്ള ട്രീറ്റ്മെന്റുകളാണെങ്കിലും ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ ആണെങ്കിലും പരമാവധി കോഡഡ് ഫോമിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. കോഡ് ഉപയോഗിച്ച് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ഓൾ ദ പേഷ്യന്റ് റെക്കോർഡ്സ് that will include outpatient and inpatient cases have to code according to the latest international classification of disease and operation. ഈ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന് ചുരുക്കി നമ്മൾ പറയാം ICD എന്നാണ് പറയുക. ഈ ICD വേറെ ചാപ്റ്ററിനകത്തും വരും കേട്ടോ. ICD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. അതെ വിനീഷ, മെഡിക്കൽ കോഡിംഗ് വേണം കേട്ടോ. കോഡ് ഉപയോഗിക്കുക. ഈ ICD എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന രോഗങ്ങള്, പിന്നെ പറയുന്ന പ്രൊസീജിയറുകള്, ട്രീറ്റ്മെന്റുകള്, ഇതിനെയൊക്കെ നമ്മള് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ആഗോള തലത്തിൽ ഗ്ലോബലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില കോഡുകളുണ്ട്. ശരിക്കും മെഡിക്കൽ കോഡിംഗ് ഒരുപാടുണ്ട് കേട്ടോ. ഓരോ രോഗങ്ങൾക്ക് വരെ അതിൽ കോഡിംഗ് ഉണ്ട്. രോഗങ്ങൾക്ക് മാത്രമല്ല, അവിടെ പ്രൊസീജിയറുകൾക്കാണെങ്കിലും മറ്റുള്ള ഡയഗ്നോസ്റ്റിക്സിനാണെങ്കിലും കോഡ് ഉണ്ട്. അപ്പൊ ആ കോഡ് എന്ന് പറഞ്ഞാൽ ICD കോഡിംഗ് ആണല്ലോ പറയാം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ഓഗോളി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഡുകളാണ്. അപ്പൊ ഇത്തരം കോഡുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റെക്കോർഡുകളിലെ വിവരങ്ങൾ രേഖപ്പെടുത്താനായിട്ട്. പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കാം. ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ്, പിന്നെന്താ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഇൻ ടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഡ്സ് കേട്ടോ. അപ്പൊ നമ്മൾ അതിൽ നടത്തുന്ന ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പ്രൊസീജിയറുകളായിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ ഇത്തരം ആൽഫാന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്നുമില്ല, മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ കോഡ് ചെയ്യണം. ഏത് പ്രകാരം? ICD, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ഗ്ലോബലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡയഗ്നോസിസ് ആയാലും പ്രൊസീജിയർ ആയാലും മെഡിക്കൽ സേവനങ്ങളായാലും ഈവൻ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ വരെ അവിടെ എന്ത് ചെയ്യണം? ആൽഫാന്യൂമറിക് കോഡ്സ് ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് മിസ്സിംഗ് റെക്കോർഡ്സ് ആണ് കേട്ടോ. മിസ്സിംഗ് റെക്കോർഡ്സ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനകത്ത് വേറെ പോയിന്റുകളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് വായിച്ചു വിടാൻ, നമുക്ക് വേറെ പോയിന്റ്സ് ഒന്നുമില്ല. മിസ്സിംഗ് റെക്കോർഡ്സിൽ പറയുന്നത് സം പെർസെന്റേജ് ഓഫ് ഫയൽസ് ഡു നോട്ട് ഫൈൻഡ് ഇൻ ദി സ്പെസിഫിക് പ്ലേസ് വെയർ ദേ ആർ അസ്യൂംഡ് ടു ബി. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സായി പോവാം അല്ലെ? മിസ്സായി പോയാൽ എന്ത് ചെയ്യും? അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. This could be owing to not receiving, not keeping in the proper place and wrongly filing. പല കാരണങ്ങൾ കൊണ്ട് മിസ്സാകാം അല്ലെ? ചിലപ്പോ അത് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ശരിയായിട്ട് ചിലപ്പോൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, തെറ്റായ രീതിയിൽ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെക്കേണ്ട സ്ഥലത്ത് വെക്കാതെ മറ്റേതെങ്കിലും രീതിയിൽ റോങ് ആയിട്ട് ഫയൽ ചെയ്ത് വെച്ചതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് കിട്ടിയെന്ന് വരില്ല. അതൊക്കെ മിസ്സാവുന്നതിന് തുല്യമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? അതാണ് അവിടെ പറയുന്നത്.
In such circumstances, when a patient attends either for outpatient or inpatient service, it will be difficult to provide the treatment without the patient record. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പേഷ്യന്റിന്റെ റെക്കോർഡില്ലാതെ മെഡിക്കൽ റെക്കോർഡുകൾ ഇല്ലാതെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാലോ മെഡിക്കൽ റെക്കോർഡിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. മെഡിക്കൽ റെക്കോർഡ് മിസ്സായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കണ്ടിന്യൂറ്റി കെയർ ഒക്കെ നഷ്ടപ്പെടും. കാര്യം ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻസിന്റെ ആ ഒരു പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്. മിസ്സായി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എന്താണ് ചെയ്യേണ്ടി വരാ നോക്കുക കേട്ടോ. അത് മെഡിക്കൽ MRO എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്നാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്നാണ് കേട്ടോ. MRO മീൻസ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പൊ നോക്കാം, മെഡിക്കൽ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്താൽ പോലും, ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓൾറെഡി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡാണ് മിസ്സാവുന്നതെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ നമുക്ക്? ഏതെങ്കിലും സാധ്യത എപ്പോഴും മിസ്സായി പോയി എന്ത് ചെയ്യും? നമുക്ക് ഫസ്റ്റ് ടൈം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓൾറെഡി പകുതി ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മെഡിക്കൽ റെക്കോർഡ് ആവശ്യമായിട്ട് വരും അല്ലെ. പകുതിക്കൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്ന സമയത്ത് മിസ്സായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. തുടക്കമാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ മൈറ്റ് ബി ഏബിൾ ടു ഗെറ്റ് ബാക്ക് ദം ലേറ്റർ, but at that stage the only opinion left for him to create a duplicate record with a similar number and with all earlier ID data. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള റെസ്പോൺസിബിലിറ്റി മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ്. അതിന് എന്താ പറയാന്ന് വെച്ചാൽ, ആ ഒരു പേഷ്യന്റിന്റെ ID നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതേ നമ്പറിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതാണ് പിന്നെ പറ്റുള്ളൂ അല്ലെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതോടൊപ്പം ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ MRO വിത്തൗട്ട് ഫയലിംഗ്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫയൽ ചെയ്ത് വെക്കുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. And promptly should trace out the original records and combine all this form of duplicate record into original record, and then the record must be filed. ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒറിജിനൽ റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉണ്ടാക്കിയ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിലെ വിവരങ്ങൾ അതുമായിട്ട് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് വെക്കും, അറ്റാച്ച് ചെയ്ത് വെക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് ഫയൽ ചെയ്ത് വെക്കുന്നില്ല. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഒറിജിനൽ ഫയൽ കണ്ടെത്താനായിട്ട്, ട്രാക്ക് ചെയ്യാനായിട്ട് അത് ശ്രമിക്കും. ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാല് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ അതിനോടൊപ്പം ഫിക്സ് ചെയ്ത് വെക്കുന്നു കേട്ടോ. MROന്റെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്നാണ് കേട്ടോ. അതാണ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. MRD എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ട് MRD ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ? ഓക്കെ, ശരി കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.